നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ഷേത്ര ദേവതകളെ ഉപാസിച്ചാൽ അത് ജ്ഞാനത്തിന് തടസ്സമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ ക്ഷേത്ര ദേവതകളെ ഉപാസിക്കണ്ട എന്നാണോ, അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ക്ഷേത്ര ദേവതകളെ നമ്മുടെ ഉപാസനയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകാം? ജ്ഞാനത്തിന്റെ സാധന വഴിയില് ക്ഷേത്ര ദേവതകൾക്ക് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. ക്ഷേത്ര ദേവതകളെ ഉപാസിച്ചാൽ ജ്ഞാന തടസ്സം ഉണ്ടാകും എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മളൊരാള് ക്ഷേത്ര ദേവതയെ ക്ഷേത്രത്തിലുള്ള, ഇപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഏത് ക്ഷേത്രമായാലും, ഇപ്പോൾ തിരുപ്പതി ഭഗവാനെ ആയാലും, ഗുരുവായൂരപ്പനായാലും, പത്മനാഭസ്വാമി ആയാലും, ചോറ്റാനിക്കരമ്മ ആയാലും, കൊടുങ്ങല്ലൂരമ്മ ആയാലും, മാടായിക്കാവിലമ്മ ആയാലും, ഇനി മഹാശക്തിപീഠങ്ങളിലെ ദേവതയെ പോലും ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരെ ക്ഷേത്രദേവതാ സങ്കല്പത്തിൽ ഉപാസിച്ചാൽ, ക്ഷേത്രത്തിലെ ദേവതയാണ് ഉപാസിക്കേണ്ടതെന്ന് പറഞ്ഞ കേരളത്തിലൊരു ഗുരുവുണ്ട്. ക്ഷേത്രത്തിലെ ദേവതയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്, നമുക്കെല്ലാം തരുന്നത് ക്ഷേത്രദേവത എന്ന് പറയുന്ന ഗുരുക്കന്മാരുണ്ട്. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ജ്ഞാനലയം ഉണ്ടാവില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ജ്ഞാന വഴി അറിഞ്ഞുകൂടാന്ന് വേണം പറയാൻ. അവർക്ക് സിദ്ധികളൊക്കെ ഉണ്ടാവും, അവർക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും, കാര്യങ്ങൾ നടത്തി കൊടുക്കാനുള്ള കഴിവുണ്ടാവും. അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നു. സിദ്ധികളും കാര്യം നടത്തിക്കാനുള്ള കഴിവും അത്യത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാവും ദേവതകളെ കൊണ്ട്. അതിപ്പോൾ ക്ഷേത്രദേവതയെ ഉപാസിച്ചാലും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ജ്ഞാനം എന്ന നിലയിൽ എത്തിയാലും ജ്ഞാനലയം സാധ്യമാവില്ല. കാരണം ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് ക്ഷേത്രത്തിൽ നിത്യമായ ഒരു സ്ഥാനമുണ്ട്, തന്ത്രത്തിൽ അത് കൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ഇടയ്ക്ക് കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി വലിയ ദേവതകളെ, നല്ല ദേവതകളെ കണ്ട പണ്ട് ആളുകൾ അടിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ഉപാസകന്മാരുണ്ടായിരുന്നു, മാന്ത്രികന്മാരൊക്കെ. ഈ ദേവത അടിച്ചുകൊണ്ട് പോയി വീട്ടിൽ വെച്ചിട്ട് പണിയെടുപ്പിക്കുന്ന ആളുണ്ടായിരുന്നു. അതുകൊണ്ട് അഷ്ടബന്ധോട്ട് ഉറപ്പിക്കുകയാണ് കേരളത്തിലെ ദേവതകളെയൊക്കെ. അഷ്ടബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു പശ ഉണ്ടാക്കുകയാണ്. 8 തരം കാര്യങ്ങൾ ചേർത്ത് ഇടിച്ച്, ഈ ആലിന്റെ മുട്ടി കൊണ്ടുള്ള കൂടം കൊണ്ട് ഇടിച്ച് കല്ലിൽ വെച്ചിട്ട് ഇടിച്ച് 1 രൂപ തൂക്കത്തിൽ 1 ലക്ഷം മൂലമന്ത്രം ചൊല്ലി ഇടിക്കണം എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചത്. അത്രയൊന്നും ഇടിക്കണമെന്നില്ല. അത് ഇടിക്കാൻ ഈ വൈദ്യത്തിലും വൈദികത്തിലും അധികാരമുള്ള ആളുകൾ ഇടിക്കണം എന്നൊക്കെയാണ് സമ്പ്രദായമായിട്ട്. അപ്പൊ 1 രൂപ തൂക്കം എന്ന് പറഞ്ഞാൽ അത് എത്രയാണോ അത്രയും തൂക്കം അഷ്ടബന്ധം വെച്ചിട്ട് 2 or 3 പേര് ചേർന്നിട്ട് മൂലമന്ത്രം, ഏത് ദേവതയുടെ എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി മൂലമന്ത്രം ജപിച്ച് ഇടിക്കണം എന്നാണ് പറയുക. അപ്പൊ അത്രയും ഇടിച്ചുണ്ടാക്കിയതിലാണ് ഈ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ലാത്ത ഈ കോഴിപ്പരലും കോട്ടനും ഒക്കെ കൂടി ചേർന്ന് ഇടിച്ചൊരു പശയായി വരണം. ആ പശ ശരിയായിട്ട് ഇട്ടിട്ട് ശംഖിന്റെ പൊടി ഇട്ടിട്ട് ഇല്ലിയുടെ, അതായത് മുളം കമ്പ് കൊണ്ട് ഇങ്ങനെ ഉരച്ച് 41 ദിവസം എന്തോ ഇങ്ങനെ ഉരച്ച് അതിങ്ങനെ അതിൻ്റെ ബിംബവും വീടവും തമ്മിലുള്ള ഇളകണ സ്ഥലമില്ലേ അത് ഉറപ്പിക്കണം. നമ്മൾ സിമെന്റ് ഇട്ട് ഉറപ്പിക്കണം എന്ന് പറഞ്ഞ പോലെ അവിടെ നഷ്ടബന്ധം ഇട്ട് ഉറപ്പിച്ച് അത് തുളസിയൊന്നും വീഴാൻ പാടില്ല. 41 ദിവസത്തേക്ക് അഭിഷേകവും തുളസി കൊണ്ടുള്ള പൂജകളും അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ എന്തോ ന്യൂട്രലൈസ് ചെയ്ത് പോകുമോ, എന്തോ അതിന്റെ പശ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും തുളസി നീരൊക്കെ വീണ. അത്ര അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 കൊല്ലമൊക്കെ കിട്ടും എന്നാണ് പറയണത് ഈ തന്ത്രത്തില്. ഇപ്പൊ അതിനൊരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഈ നാളെ ഇടയിട്ട്, കാരണം ഈ പശയൊന്നും അത്ര ഗുണമുള്ളതല്ല, എത്രയൊന്നും ഇടിച്ചുണ്ടാക്കാനൊന്നും ആരെയും കിട്ടില്ല. അപ്പൊ ഇത് ഇടിച്ച് വച്ചേക്കണ സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് ഈ കലശത്തിന് മുമ്പ് കുറച്ച് പേര് നിന്നിട്ട് എല്ലാവരും ഇടിയൊക്കെ ഇടിക്കും. ഇടിയൊരു 100 അടിക്കുന്ന വെച്ചു, വേണ്ട 1,00,000 അടിക്കില്ല. അപ്പൊ ഈ മർദ്ദനം ഗുണവർദ്ധനം എന്നാണ് പറഞ്ഞത്. ഇടി നന്നായിട്ട് കിട്ടിയാലാണ് അതിന്റെ ഗുണം വർദ്ധിക്കുള്ളൂ. അങ്ങനെ അപ്പൊ ഈ അഷ്ടബന്ധമൊക്കെ ഇട്ട് ഉറപ്പിച്ച് ദേവതയെ ബലപ്പെടുത്തി നിർത്തിയേക്കുവാണ്. ഇത് ആരും അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാനും കൂടി എന്ന് വേണം നമുക്ക്. തമാശ അല്ല, അങ്ങനെ ഒരു സങ്കല്പം കൂടി അതിന് വേണ്ടി വരും. ആ ദേവതയെ അങ്ങനെ ബലപ്പെടുത്തി ഇരിക്കുന്ന വലിയ സങ്കല്പം ചെയ്ത്, മഹാസങ്കല്പം ചെയ്ത് ആ ദേശത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടോ ഇരുത്തിയേക്കുവാണ്. പടിത്തരമൊക്കെ നിശ്ചയിച്ചേക്കുവാണ് തന്ത്രി. പടിത്തരം മാറിയാൽ തന്നെ ദുരിതം വരുന്നതാണ്. അപ്പൊ ആ ദേവതയെ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി ഉപാസിക്കും. ഗുരുവായൂരപ്പൻ ജ്ഞാനമുള്ള ദേവതയാണെങ്കിലും ഗുരുവായൂരപ്പനെ ജ്ഞാനത്തിന് വേണ്ടി ആ ഗുരുവായൂരപ്പനെ മാത്രം ഞാൻ ഉപാസിക്കുക. ഓം നമോ നാരായണായ ആണ് അദ്ദേഹത്തിന്റെ മൂലമന്ത്രം. ആ ഓം നമോ നാരായണായ അവിടെ പോയിരുന്ന് അങ്ങനെ ജപിക്കുക. പിന്നെ വീട്ടിലിരുന്ന് ഗുരുവായൂരപ്പനെ ജപിക്കുക. ഗുരുവായൂരപ്പന്റെ കുറച്ച് കഴിയുമ്പോൾ ഗുരുവായൂരപ്പന്റെ ഒരു ബിംബം
അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് വിളക്ക് കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രസാദമൊക്കെ വെച്ച് അതിനെ തന്നെ ആരാധിക്കുക. ദ്വൈത ഉപാസനയാണത്. ഉപാസിക്കുന്ന ഞാൻ വിളിക്കുമ്പോൾ അവിടെ ദ്വൈതാണെന്നുള്ളതിന് ഞാൻ അമ്മയെ അല്ലെങ്കിൽ ഭഗവാനെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ രക്ഷിക്കാനുള്ള ഒരാളും രക്ഷിക്കപ്പെടാനുള്ള ഒരാളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അവിടെ ദ്വൈതം അതാണ്. ഞാൻ തന്നെയാണെന്നുള്ള ബോധ്യപ്പെടലാണ് അദ്വൈതം. അവിടെയാണല്ലോ ജ്ഞാനത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ദ്വൈതമായിരിക്കുന്ന ദേവതയെ ഉപാസിച്ചാൽ, ദേവതകളെല്ലാം ദ്വൈതാണ്, പക്ഷെ ക്ഷേത്ര ദേവത അതിദ്വൈതാണെന്ന് പറയുന്നത്. കാരണം അതിന് പ്രതിഷ്ഠാ ബന്ധമുണ്ട്, പ്രതിഷ്ഠാ സങ്കല്പമുണ്ട്, അതിന് ആചാര്യനുണ്ട്. ആ ആചാര്യന്റെ അനുമതിയൊക്കെ അതിന് വേണ്ടി വരും ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അവിടെ ക്ഷേത്രദേവതയെ ഉപാസ ഇയാൾ ശരീരം വിട്ട് ഈ ജ്ഞാനത്തിലേക്ക് മാറുമ്പോൾ, സമാധിയാണ് ഇരിക്കുന്നതെങ്കിൽ 41 ദിവസം കഴിയുമ്പോൾ ആ ശരീരത്തിലേക്ക് തന്നെ, ആ സമാധി പീഠത്തിലേക്ക് തന്നെ ആ ചൈതന്യ, ആ ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരം വന്ന് ജ്ഞാനഭാവത്തിൽ അവിടെ ഇരിക്കും. പിന്നെ അത് ദഹിപ്പിച്ച് കളയുന്ന ആളാണെങ്കിൽ അവർക്ക് ജ്ഞാന ലോകത്തിലേക്ക്, അവർക്ക് പ്രത്യേക ലോകക്രമങ്ങളുണ്ട്, അവിടേക്ക് അവർക്ക് ഇരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന സംവിധാനങ്ങളിൽ അവർ ശിക്ഷന്റെ കൂടെ ഒക്കെ ഇരുന്ന് അവർ പോകുന്നുണ്ടാവാം. അത് നമുക്ക് പിന്നീട് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ചോദ്യത്തിന്റെ അകത്ത് നിന്ന് ഉത്തരം പറയുമ്പോൾ, ഇപ്പൊ ക്ഷേത്രദേവതയെ നമുക്ക് ലയിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാക്കശ്ശേരി പദ്ധതിയെ ജ്ഞാനത്തിൽ ലയിപ്പിക്കണമെങ്കിൽ അതേ ഉപാസ ചോറ്റാനിക്കരമ്മയെ ലയിപ്പിക്കണം. ചോറ്റാനിക്കരമ്മയെ ലയിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ആരെങ്കിലും സമ്മതിക്കുമോ? ഇനി കാക്കശ്ശേരിക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ സമ്മതിക്കുമോ? ഇല്ല. ദേവസ്വം ബോർഡ് സമ്മതിക്കുമോ? കമ്മിറ്റി സമ്മതിക്കുമോ? തന്ത്രി സമ്മതിക്കും? ആരും സമ്മതിക്കും. അപ്പൊ അതിന് പദ്ധതികളുണ്ട്. ചോറ്റാനിക്കര അമ്മയെ കാക്കശ്ശേരിയിൽ നിന്ന് വേർപെടുത്തി പ്രായശ്ചിത്താദികൾ ചെയ്ത് ആ ദേവതയുടെ സ്വരൂപത്തിനെ യഥാസ്ഥാനത്തേക്ക് മാറ്റി അദ്ദേഹത്തിനെ ലഭിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. ജ്ഞാനവഴിയിലുള്ള പദ്ധതികളുണ്ട്. അത് അറിയാവുന്ന ആളുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, നാട്ടുകാർക്ക് അറിയാവുന്ന എനിക്കറിയാൻ പാടില്ല. താന്ത്രിക ക്രിയകളെ കൊണ്ട് ലഭിക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് ജ്ഞാനലയം സാധ്യമാവണമെങ്കിൽ, ജ്ഞാനം വന്ന ആളാണെങ്കിൽ ജ്ഞാനലയം സാധ്യമാവണമെങ്കിൽ നമുക്ക് ജ്ഞാനനില ഉണ്ടെങ്കിൽ മാത്രമാണ് ജ്ഞാന ഭൂമികയെ പറ്റി അറിയാനും അതിൽ എങ്ങനെയാണ് അത് ലയിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പൊ അത് ജ്ഞാന വഴിയിലെ പദ്ധതിയാണ്. താന്ത്രിക ക്രിയകളെ കൊണ്ട് യാതൊരു വിധത്തിലും, താന്ത്രികത്തിലെ ആകെ ഒരു ലഘു പൂജാക്രമം, എന്തെങ്കിലും ഒരു ലഘു പൂജാക്രമം എന്തെങ്കിലും അതിന്റെ അവസാനം വേണ്ടിയുള്ളൂ. ബാക്കിയൊക്കെ ശുദ്ധിയാണ്. ഇദ്ദേഹം ചെയ്ത ദുരിതങ്ങളും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള അഖില ദുരിതങ്ങളും കഷ്ടതകളും ബാധകളെയും ജന്മാർജിത ബാധകളെയും പൂർവ്വജന്മ ബാധകളെയും അദ്ദേഹത്തിന്റെ കുടുംബദേവതകളെയും അദ്ദേഹത്തിന്റെ കൂടെ ആവേശിച്ചിരിക്കുന്ന മറ്റു ഇതെല്ലാം മാറ്റിയാൽ ശരിയാവും. അപ്പൊ അങ്ങനെയൊക്കെ ഈ ക്ഷേത്രദേവതയെ ഉപാസിച്ച് പെട്ടിട്ട് ആര് ചെയ്യാൻ? ഇപ്പൊ വലിയൊരു മഹാന്റെ കാര്യം പോലും ഇവിടെ ചെയ്യാനാണില്ല. പിന്നെ നിങ്ങൾ ക്ഷേത്രദേവതയെ ഉപാസിച്ച് ജ്ഞാനം ഉണ്ടായാൽ തന്നെ ലയിപ്പിക്കാൻ ഈ ക്ഷേത്രദേവതയെ ലയിപ്പിക്കേണ്ടി വരും. ക്ഷേത്രദേവതയെ ലയിപ്പിക്കുക അസാധ്യമാണ്. കാരണം അത് ഇവിടെ അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഈ ഭൂമിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്ത്രിമാര് ഉണ്ടാക്കി വെച്ചേക്കണെയാണ്. അത് ഗുരുവായൂരപ്പന് ഒരു വിശേഷം ഉള്ളത് അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടെന്നുള്ളതാണ്. വേറെയും ജ്ഞാനമുള്ള ദേവതകളുണ്ട്. അപ്പൊ ജ്ഞാനത്തിന്റെ നിലയ്ക്ക് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ജ്ഞാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രതിഷ്ഠാ ബന്ധമുണ്ട്. അവിടെ ഇറങ്ങി ഓടിക്കളയാനൊന്നും പറ്റില്ല. അദ്ദേഹം അതിലൊക്കെ പോകുന്നുണ്ട്, ഭക്തന്മാരുടെ അടുത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അത് ഒരു സംഗതി. രണ്ടാമത്തെ ഭാഗം ദേവതോപാസന ജ്ഞാനത്തിന് എങ്ങനെ സഹായിക്കുന്നതാണ്. നമ്മുടെ എല്ലാ സമ്പ്രദായങ്ങളിലും ദേവതോപാസന ഇല്ല. ദേവതാോപാസന ഇല്ലാത്ത സമ്പ്രദായങ്ങളും ഉണ്ട്. യോഗമാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അപ്പോഴും അവരുടെ കർമ്മതീർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സിദ്ധാശ്രമത്തിലെയൊക്കെ മാർഗത്തിലെ യോഗമാർഗമാണ്. അവരെ ജപം എന്ന് പറയുന്നത് ഈ അവരുടെ ജതി അതില് ഉള്ള ജപം എന്നാണ് അതിന് പറയണത്. അവരെ ഈ ബ്രീത്തിങ്ങിന്റെ ഒരു പ്രത്യേക മാത്രങ്ങളിൽ അത് പ്രത്യേക വിധാനത്തിൽ അത് ചെയ്യുകയാണ്. 8 മണിക്കൂർ 10 മണിക്കൂറാണ് ദിവസം ചെയ്യണം. അയാളുടെ പേരിൽ വന്ന് നമസ്കാരം ചെയ്യണം പരിപാടിയൊന്നും പറ്റില്ല. അപ്പൊ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയിലുമായിട്ട് 4 നേരം ഈ സാധന ചെയ്യണം. അപ്പൊ ആ മാർഗത്തിൽ, ഇപ്പൊ സിദ്ധമാർഗത്തിൽ ഇപ്പം അവിടെ അവരുടെ ജീവിതത്തിൽ എല്ലാം അവര്, ഇപ്പൊ കേരളത്തിൽ അവർക്ക് 5 ആശ്രമങ്ങളുണ്ടെന്നാണ് ഈ നമ്മുടെ ഇവിടുത്തെ സിദ്ധാശ്രമത്തിൽ. അവിടെ തന്നെ എല്ലാവരും ജീവസമാധി വരെ എത്തുന്നുണ്ട്. പക്ഷെ അവരുടെ കർമ്മദുരിതങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ ഈ സാധനം കൊണ്ട് പോകുന്നില്ലെങ്കിൽ, വേർപെട്ട് പോകുന്നില്ല എന്ന് എല്ലാവർക്കും പൊക്കോളുന്നില്ല. കാരണം അവന്റെ ജന്മങ്ങൾക്കനുസരിച്ചിരിക്കും, അവന്റെ പൂർവ്വജന്മ ഉപാസനകൾക്കനുസരിച്ചിരിക്കും. അതാണ് നഗ്നരായി നടന്നത് കൊണ്ട് ജ്ഞാനം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ജ്ഞാനം ഉണ്ടാവാം,
ഈ കുണ്ടലിനി എന്ന് പറഞ്ഞ ശക്തിക്ക് ഒരു ജ്ഞാനഭാവം വന്ന് ആജ്ഞാചക്രം വരെ ഉയർന്നു വരും. അപ്പൊ അവര് സമാധി ഇരുന്നിരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമാധി ഇരുത്തൂരും എല്ലാവരെയും. സിദ്ധ സമ്പ്രദായത്തിൽ എല്ലാവരെയും സമാധി ഇരുത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഊർധ്വൻ ശ്വാസം എടുത്ത് മുകളിലേക്ക് ജീവസമാധി ആയി കഴിഞ്ഞാൽ അവരെ സമാധി ഇരുത്തും. അവരാ കുഴിയിൽ പിന്നീട് ആ കുഴി പൊട്ടിച്ചു നോക്കിയാൽ അവരുടെ ഈ നഖങ്ങളൊക്കെ നീണ്ടുവരിക, മുടി വളർന്നു വരിക, അതൊക്കെ ചെയ്യും. ജീവന്റെ ലക്ഷണമൊക്കെ കാണിക്കും. എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാവും. അറിയാതെ ചില സമാധികളൊക്കെ ഭൂമി കുഴിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതിലൊക്കെ ഇങ്ങനെ നീണ്ടു നഖമൊക്കെ ഇരിക്കുമ്പോൾ നഖം അത്ര ഉണ്ടാവില്ല, മുടിയൊക്കെ വളർന്നുണ്ടാവും. ശരീരത്തിലെ മാംസമൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പക്ഷെ നല്ല മാംസവും പോകാതിരിക്കുന്ന ജീവസമാധികളുണ്ട്. കാരണം ഭസ്മമായിട്ട് നിറച്ച് മൂടിയിരിക്കുന്നത് കൊണ്ട്. അപ്പൊ അവര് ഇവിടെ വന്നിരുന്നത് കൊണ്ട് ജ്ഞാനലയം ഉണ്ടാവില്ല. അതാണ് സിദ്ധാശ്രമത്തിലെ സിദ്ധസമ്പ്രദായത്തിലുണ്ട് ജ്ഞാനലയം ഉണ്ട്. അവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള സിദ്ധാശ്രമങ്ങളില് അവരെല്ലാവരുടെയും ഇവിടെ വരും. അവരുടെ ഉള്ളിലെ വ്യഷ്ടി സ്വരൂപിണിയായിരിക്കുന്ന ശക്തി ഉണർന്ന് ആജ്ഞാചക്രത്തിലേക്ക്. പക്ഷെ അവിടെ നിന്നൊരു ലയമുണ്ട്. നമ്മുടെ സമാധി അനന്തരം ഒരു ലയമുണ്ട്. ആ ലയം അവരിൽ എല്ലാവർക്കും സാധ്യമാവണില്ല. ഇപ്പൊ ശിവാനന്ദ സ്വാമിയൊക്കെ ആ ലയം എത്തി ജ്ഞാനിയായിരിക്കുന്ന ഒരാളാണ്. ശിവാനന്ദ സ്വാമി ഇടപെട്ടിട്ട് ചില ആളുകൾ അദ്ദേഹം ഈ കർമ്മദുരിതം പരിഹരിക്കപ്പെട്ട് ഉള്ള ആളുകൾ ചില ആളുകൾക്ക് അദ്ദേഹം സമാധി അനന്തരമുള്ള വിദ്യ പഠിപ്പിച്ചിട്ട് അത് ചില ആളുകൾക്ക് ലയം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ ലയ സമ്പ്രദായം ഉണ്ടെന്ന് തന്നെ ഇന്ന് അവരുടെ ആശ്രമത്തിലെ സമ്പ്രദായ ഗുരുക്കന്മാർക്ക് പലർക്കും അറിഞ്ഞുകൂടാ. ഞാനവരെ ചെറിയ പക്ഷെ അത് സ്വാമി തന്നെ ഇടപെട്ട് ചില ആളുകൾക്ക് ലയം സാധ്യമാക്കുന്നുണ്ട്. എല്ലാവർക്കും സാധ്യമാവില്ല. കാരണം അവരുടെ കർമ്മദുരിതങ്ങൾ, പൂർവ്വജന്മ കർമ്മദുരിതങ്ങളും ബാക്കിയുണ്ടാവും. ഇവർ ഉദ്ദേശ നിലയിൽ പ്രകാശവതായിട്ടുണ്ടാവില്ല. അവർക്ക് ലയിക്കാനുള്ള വിദ്യ, അതായത് ജീവസമാധിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ ആത്മയിൽ വരുന്ന ആൾക്ക് ആ സമാധ്യനന്തരം ചെയ്യാനുള്ള ഒരു വിദ്യ കൂടിയുണ്ട്. അവിടെ ചെയ്യേണ്ട ഒരു ധ്യാന ഭാഗമുണ്ട്. ആ വിദ്യ അതിലിരുന്ന് ചെയ്യുമ്പോഴാണ് അത് ലയിക്കുക. ആ വിദ്യ ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനത് ഉറപ്പിച്ച് പറയുന്നില്ല, കാരണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ. അത് ശിവാനന്ദ സ്വാമി എല്ലാവർക്കും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് കേൾക്കുന്നു. അവിടെ തന്നെ പഠിച്ച ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളൂ. അവർ പറയുന്നത് കൊണ്ടാണ്. അത് പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല, അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്വാമി തന്നെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു കൊടുത്താൽ ചില ആളുകൾക്ക് അത് കിട്ടുന്നുണ്ടാവും.